അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. ആഗോള ഊർജ്ജ ഭൂപടത്തിൽ ദശകങ്ങളായി നിലനിന്നിരുന്ന പരമ്പരാഗത സാമ്പത്തിക സമവാക്യങ്ങളെയും സഖ്യങ്ങളെയും അപ്പാടെ തിരുത്തി കുറിച്ചുകൊണ്ടാണ് UAEയുടെ ആ പുതിയ നയതന്ത്ര തീരുമാനം പുറത്തുവന്നത്. എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ ലോകത്തിലെ ഏറ്റവും ശക്തമായ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്നും അതിനോടനുബന്ധിച്ചുള്ള ഒപെക് പ്ലസ് സഖ്യത്തിൽ നിന്നും UAE ഔദ്യോഗികമായി പടിയിറങ്ങിയപ്പോൾ അത് കേവലം ഒരു താൽക്കാലിക രാഷ്ട്രീയ നീക്കം മാത്രമായിരുന്നില്ല. മറിച്ച് സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ആഗോള ഊർജ്ജ വിപണിയിൽ ഒരു സ്വതന്ത്ര ശക്തിയായി മാറുന്നതിനും വേണ്ടിയുള്ള കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു. ഒപെക് ദീർഘകാലമായി ഏർപ്പെടുത്തിയിരുന്ന കടുത്ത ഉൽപാദന നിയന്ത്രണങ്ങളിൽ നിന്നും കോട്ടകളിൽ നിന്നും പൂർണ്ണമായി മോചനം നേടി കൃത്യം 2 മാസങ്ങൾ പിന്നിടുമ്പോൾ അബുദാബിയുടെ ഈ തന്ത്രപരമായ തീരുമാനം എത്രത്തോളം ശരിയായിരുന്നുവെന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിപണിയിലെ കടുത്ത വിലയിടിവിനിടയിലും UAE തങ്ങളുടെ ക്രൂഡ് ഓയിൽ ഉൽപാദനം പ്രതിദിനം 3.8 ദശലക്ഷം ബാരലിലധികം എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ അടുത്തിടെയുണ്ടായ വൻ സൈനിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ എണ്ണ വിപണി കടുത്ത അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോകുന്ന വേളയിലാണ് UAEയുടെ ഈ വിപ്ലവകരമായ കുതിച്ചുചാട്ടം എന്നത് ആഗോള സാമ്പത്തിക വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. വർഷങ്ങളായി തങ്ങൾ എണ്ണ ഉൽപാദന മേഖലയിൽ നടത്തിയ വൻതോതിലുള്ള സാങ്കേതിക സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം ഉറപ്പാക്കുക എന്നതാണ് ഒപെക് കൂട്ടായ്മ വിട്ടതിലൂടെ അബുദാബി ലക്ഷ്യമിട്ട പ്രധാന കാര്യം. ഒപെക് സഖ്യത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഉൽപാദകരായിരുന്നിട്ടും തങ്ങളുടെ യഥാർത്ഥ ശേഷിയുടെ ഒരു ചെറിയ പങ്ക് മാത്രമാണ് വിപണിയിൽ എത്തിക്കാൻ UAEക്ക് അനുവാദമുണ്ടായിരുന്നത്. വിപണിയിൽ കൃത്യമായി ക്ഷാമം സൃഷ്ടിച്ച് വില എപ്പോഴും ഉയർന്ന നിലക്കിൽ നിലനിർത്താൻ ശ്രമിക്കുന്ന സൗദി അറേബ്യയെയും റഷ്യയുടെയും തന്ത്രങ്ങളോട് പലപ്പോഴും അബുദാബിക്ക് വിയോജിപ്പുകളുണ്ടായിരുന്നു. കാരണം വരും വർഷങ്ങളിൽ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും ഹരിത ഊർജ്ജത്തിലേക്ക് മാറാനും ലോകരാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ കയ്യിലുള്ള വിഭവങ്ങൾ പരമാവധി വേഗത്തിൽ വിറ്റഴിച്ച് സാമ്പത്തിക ലാഭമുണ്ടാക്കുകയാണ് ബുദ്ധിയെന്ന് UAE കരുതുന്നു. നിലവിൽ പ്രതിദിനം 50 ലക്ഷം ബാരൽ വരെ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ അത്യാധുനിക ശേഷിയുള്ള UAEക്ക് മേൽ ഒപെക് കടുത്ത കോട്ടകൾ ഏർപ്പെടുത്തിയത് രാജ്യത്തിന്റെ ദീർഘകാല സാമ്പത്തിക വളർച്ചയെയും വൈവിധ്യവൽക്കരണ പദ്ധതികളെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയ്ക്ക് ആവശ്യക്കാരുള്ളപ്പോൾ വൻതോതിൽ പണം നിക്ഷേപിച്ച ആഗോള ഇൻവെസ്റ്റർമാരോട് നീതി പുലർത്താൻ നിയന്ത്രണങ്ങളില്ലാതെ എണ്ണ വിതരണം ചെയ്യേണ്ടത് രാജ്യത്തിന്റെ കടമയാണെന്ന് ഊർജ്ജമന്ത്രി സുഹൈൽ അൽ മസ്റൂയി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ പരമാധികാര പ്രഖ്യാപനമാണ് ജൂൺ മാസത്തിലെ റെക്കോർഡ് ഉൽപാദനത്തിലൂടെ രാജ്യം ഇപ്പോൾ പ്രായോഗികമാക്കിയിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും ഇറാനുമായി നേരിട്ടുള്ള കടുത്ത സൈനിക സംഘർഷങ്ങളിലേക്ക് നീങ്ങിയതോടെ ആഗോള എണ്ണ വിപണിയിൽ അഭൂതപൂർവമായ പ്രതിസന്ധിയാണ് ഉടലെടുത്തത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലെടുക്ക് ഏതാണ്ട് പൂർണ്ണമായി അടഞ്ഞുപോയതും ഗൾഫ് മേഖലയിലെ പ്രമുഖ എണ്ണ ഉൽപാദക കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും എണ്ണ വിതരണ ശൃംഖലയെ പൂർണ്ണമായി തകിടം മറിച്ചു. ഈ യുദ്ധ പ്രതിസന്ധിയുടെ മൂർധന്യാവസ്ഥയിലായിരുന്ന ഏപ്രിൽ മാസത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $126 എന്ന 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് കുതിച്ചുയർന്നിരുന്നു. എന്നാൽ പിന്നീട് താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയും കപ്പൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തതോടെ എണ്ണ വിപണിയിലെ ആശങ്കകൾ മാറി വില കുത്തനെ ഇടിയാൻ തുടങ്ങി. നിലവിൽ ബാരലിന് $72 വില താഴ്ന്നിട്ടും ഉൽപാദനം കുറച്ച് വില കൂട്ടാൻ ശ്രമിക്കുന്ന ഒപെക് ശൈലിക്ക് UAE കൂട്ടുനിൽക്കുന്നില്ല. വിപണിയിൽ വില കുറയുമ്പോൾ കൂടുതൽ അളവിൽ എണ്ണ വിറ്റ് ആകെ വരുമാനം കുറയാതെ സൂക്ഷിക്കുക എന്ന നവീനമായ വിപണി തന്ത്രമാണ് അബുദാബി ഇവിടെ പയറ്റിയത്. കൂടുതൽ പുതിയ ഉപഭോക്താക്കളെയും റിഫൈനറികളെയും ആകർഷിക്കുന്നതിനായി UAEയുടെ ദേശീയ എണ്ണ കമ്പനിയായ അഡ്നോക് തങ്ങളുടെ പരമ്പരാഗത വിപണന രീതികളിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. തങ്ങളുടെ ഏറ്റവും ജനപ്രിയ എണ്ണ ബ്രാൻഡുകളായ അപ്പർ സക്കൂം, ദാസ്, ലുലു എന്നിവയുടെ വിലനിർണ്ണയ സംവിധാനം പൂർണ്ണമായും ദുബായ് ബെഞ്ച് മാർക്കിലേക്ക് മാറ്റാൻ കമ്പനി തീരുമാനിച്ചു. ഈ മാറ്റം മറ്റ് പ്രാദേശിക എണ്ണ ബ്രാൻഡുകളോട് നേരിട്ട് മത്സരിക്കാനും ഏഷ്യൻ വിപണിയിലെ പ്രവചനാതീതമായ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനും UAEക്ക് വലിയ തോതിൽ എളുപ്പമാകും. ഇതിന് പുറമെ പുതിയ വലിയ ഉപഭോക്താക്കളെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനായി പ്രത്യേക സ്പോട്ട് ടെൻഡറുകൾ വഴി ഡിസ്കൗണ്ട് നിരക്കിലും UAE ഇപ്പോൾ എണ്ണ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നാണ് അന്താരാഷ്ട്ര ട്രേഡിംഗ് വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപെക്കിന്റെ കടുംപിടുത്തങ്ങളോ യാതൊരുവിധ നിയന്ത്രണങ്ങളോ ഇനി ബാധകമല്ലാത്തതിനാൽ ഏഷ്യൻ വിപണികളിൽ പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന തുടങ്ങിയ വൻതോതിൽ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ തങ്ങളുടെ വിപണി വിഹിതം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ അബുദാബിക്ക് സാധിക്കുന്നുണ്ട്. UAE തങ്ങളുടെ ഉൽപാദനവും കയറ്റുമതിയും അതിവേഗം യുദ്ധപൂർവ്വ നിരക്കിലേക്ക് എത്തിക്കുമ്പോൾ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴും ഒപെക് നിയന്ത്രണങ്ങൾ കാരണവും തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ മൂലവും കടുത്ത പ്രതിസന്ധിയിലാണ്. മേഖലയിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരായ സൗദി അറേബ്യ ജൂൺ മാസത്തിൽ പ്രതിദിനം 43.2 ലക്ഷം ബാരൽ മാത്രമാണ് കയറ്റി അയച്ചത്. ഇത് യുദ്ധത്തിന് മുൻപുള്ള നിരക്കിനേക്കാൾ ഏതാണ്ട് 30 ലക്ഷം ബാരൽ കുറവാണ്. കുവൈറ്റിന്റെ ഉൽപാദനം മുൻ മാസങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചെങ്കിലും പഴയ നിരക്കിലേക്ക് എത്താൻ ഇനിയും 10 ലക്ഷത്തോളം ബാരലുകളുടെ കുറവുണ്ട്. ഒപെക്കിലെ 2ാമത്തെ വലിയ ഉൽപാദകരായ ഇറാഖിന്റെ അവസ്ഥയാകട്ടെ അതിലും ദയനീയമാണ്. തങ്ങളുടെ സാധാരണ കയറ്റുമതിയുടെ 1/5 മാത്രമാണ് അവർക്ക് ജൂണിൽ വിപണിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്.
ഈ ഒരു സാഹചര്യത്തിലാണ് കൂട്ടായ്മയുടെ അച്ചടക്കത്തേക്കാൾ സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് UAE ഒറ്റയ്ക്ക് മുന്നേറുന്നത്. UAEയുടെ ഈ ഉജ്ജ്വലമായ വിജയം ഒപെക് എന്ന സംഘടനയുടെ ആഗോള സ്വാധീനത്തെയും പ്രസക്തിയെയും വരും ദിവസങ്ങളിൽ കാര്യമായി ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട്. മറ്റ് മധ്യനിര എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളും UAEയുടെ വിജയകരമായ ഈ മാതൃക പിന്തുടർന്ന് ഒപെക് സഖ്യം വിടാൻ തുനിഞ്ഞാൽ അത് ആഗോള ഊർജ്ജ വിപണിയിലെ കേന്ദ്രീകൃത നിയന്ത്രണ സംവിധാനങ്ങളുടെ ശാശ്വതമായ തകർച്ചയ്ക്കാവും വഴിയൊരുക്കുക. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം നാട്ടിലേക്ക് അയക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്ന ചിന്ത എപ്പോഴും ഉണ്ടാകാറുണ്ട്. നിലവിലെ ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്ക് അനുകൂലമായ ഒരു വിപണി പ്രതിഭാസമാണ് ദൃശ്യമാകുന്നത്. ഇന്ത്യൻ രൂപ, പാകിസ്ഥാൻ രൂപ, ഫിലിപ്പൈൻസ് പെസോ എന്നിവ UAE ദൃഹത്തിന് മുന്നിൽ മൂല്യമിടിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇത് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന ഓരോ ദൃഹത്തിനും അവിടെ കൂടുതൽ മൂല്യം ലഭ്യമാകുന്നു. ജൂലൈ മാസത്തിലെ നിലവിലെ വിനിമയ നിരക്കുകൾ പരിശോധിച്ചാൽ ഈ കറൻസികളെല്ലാം സമീപകാലത്തെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണെന്ന് കാണാം. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രവാസികൾ ഇപ്പോൾ തന്നെ പണം നാട്ടിലേക്ക് അയക്കണമോ അതോ ഇനിയും നിരക്കുകൾ മെച്ചപ്പെടാനായി കാത്തിരിക്കണമോ എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. ഫിലിപ്പൈൻസിൽ നിന്നുള്ള പ്രവാസികളെ സംബന്ധിച്ച് പെസോയുടെ മൂല്യം ദൃഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യതിയാനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഒരു ദൃഹത്തിന് 16 പെസോ മുതൽ 16.5 പെസോയ്ക്ക് മുകളിൽ വരെ എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. ആഗോള തലത്തിലുണ്ടായ സാമ്പത്തിക സമ്മർദ്ദങ്ങളും ആഭ്യന്തര രാഷ്ട്രീയ നയങ്ങളുമാണ് പെസോയുടെ ഈ മൂല്യത്തകർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ. അമേരിക്കൻ ഡോളർ ആഗോള വിപണിയിൽ കരുത്ത് പ്രാപിക്കുമ്പോൾ ഡോളറുമായി സ്ഥിരമായ വിനിമയ നിരക്ക് നിലനിർത്തുന്ന UAE ദൃഹത്തിന്റെ മൂല്യവും സ്വാഭാവികമായി വർദ്ധിക്കുന്നു. ഇത് പെസോ പോലെയുള്ള കറൻസികളെ കൂടുതൽ ദുർബലമാക്കുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ കുടുംബങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി പണമയക്കുന്ന സാധാരണക്കാരായ പ്രവാസികൾക്ക് ഈ സാഹചര്യം താൽക്കാലികമായി വലിയ സാമ്പത്തിക നേട്ടമാണ് സമ്മാനിക്കുന്നത്. അതിനാൽ തന്നെ വിപണിയിലെ ഈ അനുകൂല തരംഗം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് പ്രവാസി കുടുംബങ്ങൾ ഗൗരവകരമായി ആലോചിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ രൂപയുടെ കാര്യത്തിലും സമാനമായ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഒരു ദൃഹത്തിന് ഏതാണ്ട് 25 രൂപ 90 പൈസ മുതൽ 26 രൂപ വരെയുള്ള ഉയർന്ന നിരക്കുകളിലാണ് നിലവിൽ വിനിമയം നടക്കുന്നത്. പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലേക്ക് പണമയക്കാൻ ഇതിലും മികച്ചൊരവസരം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. പാകിസ്ഥാൻ രൂപയും വലിയ തോതിലുള്ള മൂല്യത്തകർച്ച നേരിട്ടുകൊണ്ട് ഒരു ദൃഹത്തിന് 75 രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം തുടരുന്നത്. പണപ്പെരുപ്പവും വിദേശ നാണ്യ ശേഖരത്തിലുണ്ടായ കുറവുമൊക്കെയാണ് പാകിസ്ഥാൻ, ഇന്ത്യ തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ കറൻസി മൂല്യത്തെ ബാധിക്കുന്നത്. സാധാരണയായി പ്രവാസികൾ ശമ്പളം ലഭിക്കുന്ന ആദ്യ വാരങ്ങളിൽ തന്നെ പണം നാട്ടിലേക്ക് അയക്കാറുണ്ടെങ്കിലും ഇത്തരം സാമ്പത്തിക മാറ്റങ്ങൾ വരുമ്പോൾ വലിയ തുകകൾ ഒന്നിച്ച് നിക്ഷേപിക്കാനും പലരും മുതിരാറുണ്ട്. വീട്ടുവാടക, വായ്പാ തിരിച്ചടവുകൾ അല്ലെങ്കിൽ പുതിയ ബിസിനസ് നിക്ഷേപങ്ങൾ എന്നിവ ആസൂത്രണം ചെയ്യുന്നവർക്ക് ഈ കുറഞ്ഞ വിനിമയ നിരക്ക് വലിയൊരാശ്വാസമാണ് നൽകുന്നത്. വിപണിയിലെ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വിനിമയ നിരക്കുകൾ എപ്പോഴും പ്രവചനാതീതമായിരിക്കും. അതുകൊണ്ട് തന്നെ വിപണി ഇനിയും താഴേക്ക് പോകുമെന്നും രൂപയുടെ മൂല്യം ഇനിയും ഇടിയുമെന്നും പ്രതീക്ഷിച്ച് വലിയ തുകകൾ മാറ്റിവെക്കാതെ കൈവശം വെച്ചിരിക്കുന്നത് ചിലപ്പോൾ തിരിച്ചടിയായേക്കാം. സാമ്പത്തിക ശാസ്ത്രത്തിലെ ലളിതമായ ഒരു തത്വം കടമെടുത്താൽ വലിയ തുകകൾ ഒന്നിച്ചയക്കുന്നതിന് പകരം കൃത്യമായ ഇടവേളകളിൽ ഭാഗികമായി പണം കൈമാറുന്നതാണ് എപ്പോഴും സുരക്ഷിതം. നിലവിലെ നിരക്കുകൾ പ്രവാസികൾക്ക് വളരെ അനുകൂലമായതിനാൽ ഒരു വലിയ പങ്ക് ഇപ്പോൾ തന്നെ നാട്ടിലേക്ക് അയക്കുന്നത് ബുദ്ധിപരമായ നീക്കമായിരിക്കും. എന്നാൽ വിപണിയിലെ അടുത്ത മാറ്റം എങ്ങോട്ടായിരിക്കുമെന്ന് കൃത്യമായി പറയാൻ സാധിക്കാത്തതിനാൽ ആഗോള സാമ്പത്തിക വാർത്തകളും വിപണി ചലനങ്ങളും നിരന്തരം നിരീക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നേടുന്ന ഓരോ ദൃഹത്തിനും പരമാവധി മൂല്യം ഉറപ്പാക്കാൻ ഇത്തരം അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കുകയാണ് വേണ്ടത്. ഒന്ന് സങ്കല്പിക്കുക, നിങ്ങൾ ഏറെ നാളത്തെ ആഗ്രഹപ്രകാരം വിലപിടിപ്പുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണം വാങ്ങുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ അത് കേടാവുകയും കടയുടമ അത് മാറ്റി നൽകാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനായി നിങ്ങൾ ഉപഭോക്തൃ സഹകരണ സമിതിയെ അഥവാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വിഭാഗത്തെ സമീപിക്കാൻ തീരുമാനിക്കുന്നു. ഇതിനായി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എടുത്ത് ഇന്റർനെറ്റിൽ തിരയുകയും ആദ്യം കാണുന്ന ലിങ്കിൽ കയറി നിങ്ങളുടെ പരാതി രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു. മണിക്കൂറുകൾക്കകം നിങ്ങളെ തേടി ഒരു ഔദ്യോഗിക ഫോൺ കോൾ വരുന്നു. നിങ്ങളുടെ പരാതി കേൾക്കാനും പരിഹാരം കാണാനും ഉദ്യോഗസ്ഥർ തയ്യാറാണെന്നറിയുമ്പോൾ നിങ്ങൾക്ക് വലിയ ആശ്വാസം തോന്നിയേക്കാം. എന്നാൽ ആ ഫോൺ കോൾ അവസാനിക്കുമ്പോഴേക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ മുഴുവൻ സമ്പാദ്യവും അപ്രത്യക്ഷമായിട്ടുണ്ടാകും. ഇതേതെങ്കിലും സിനിമയിലെ ഒരു സാങ്കല്പിക കഥയല്ല, മറിച്ച് ദുബായ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇന്ന് ദിനംപ്രതി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ സൈബർ തട്ടിപ്പിന്റെ യഥാർത്ഥ മുഖമാണ്. ഡിജിറ്റൽ ലോകം നമ്മുടെ ജീവിതം എളുപ്പമാക്കിയതിനൊപ്പം തന്നെ ഇത്തരം അദൃശ്യരായ കൊള്ളക്കാർക്ക് പുതിയ വാതിലുകൾ തുറന്നു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. സാങ്കേതിക വിദ്യ വളരുന്നതിനനുസരിച്ച് തട്ടിപ്പുകാരുടെ രീതികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ലോട്ടറി അടിച്ചുവെന്നോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് സമ്മാനങ്ങൾ വന്നിട്ടുണ്ടെന്നോ പറഞ്ഞായിരുന്നു ആളുകളെ കബളിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആളുകൾ കൂടുതൽ ബോധവാന്മാരായതോടെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെയും അവരുടെ വിശ്വാസത്തെയും ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് സൈബർ ക്രിമിനലുകൾ മാറിയിരിക്കുന്നു.
ഇന്റർനെറ്റിൽ ഉപഭോക്തൃ സംരക്ഷണ വെബ്സൈറ്റുകൾ തിരയുമ്പോഴാണ് ഈ ചതിക്കുഴിയുടെ യഥാർത്ഥ തുടക്കം. തട്ടിപ്പുകൾ സെർച്ച് എഞ്ചിനുകളിൽ പണം നൽകി പരസ്യങ്ങൾ നൽകുകയും അതുവഴി തങ്ങളുടെ വ്യാജ വെബ്സൈറ്റുകൾ ആളുകൾ തിരയുമ്പോൾ ഏറ്റവും മുകളിൽ വരുന്ന രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ സർക്കാർ വെബ്സൈറ്റുകളോട് കിടപിടിക്കുന്ന തരത്തിലായിരിക്കും ഇവയുടെ രൂപകൽപ്പന. ഇതിൽ പ്രവേശിക്കുന്ന ഒരു സാധാരണക്കാരന് ഇത് വ്യാജനാണെന്ന് ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ സാധിക്കില്ല. തുടർന്ന് ഈ വെബ്സൈറ്റിൽ സ്വന്തം പേര്, ഇമെയിൽ വിലാസം, ഫോൺ നമ്പർ, പരാതിയുടെ പൂർണ്ണ വിവരങ്ങൾ എന്നിവ ഉപഭോക്താവ് തന്നെ സ്വന്തം കൈകൊണ്ട് രേഖപ്പെടുത്തുന്നു. ഇത് തട്ടിപ്പുകാർക്ക് നൽകുന്ന മുൻതൂക്കം ചെറുതൊന്നുമല്ല. ഇരയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുന്നതിലൂടെ അവർക്ക് വളരെ കൃത്യമായ ഒരു തിരക്കഥ തയ്യാറാക്കാൻ സാധിക്കുന്നു. ഹാക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ ഇരുട്ടുമുറിയിൽ കമ്പ്യൂട്ടറുകൾക്ക് മുന്നിലിരുന്ന് സങ്കീർണമായ കോഡുകൾ ടൈപ്പ് ചെയ്യുന്ന ആളുകളെയാണ് നമുക്ക് ഓർമ്മ വരിക. എന്നാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഹാക്കിംഗ് നടക്കുന്നത് മനുഷ്യന്റെ മനസ്സിലാണ്. ഇതിനെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ് സാങ്കേതിക ഭാഷയിൽ വിളിക്കുന്നത്. വ്യാജ വെബ്സൈറ്റിൽ വിവരങ്ങൾ നൽകി മണിക്കൂറുകൾക്കകം തട്ടിപ്പുകാർ ഔദ്യോഗിക പ്രതിനിധി എന്ന വ്യാജേന ഇരയെ ഫോണിൽ ബന്ധപ്പെടുന്നു. വളരെ പ്രൊഫഷണലായി സംസാരിക്കുന്ന ഇവർ വെബ്സൈറ്റിൽ നൽകിയ പരാതിയുടെ വിവരങ്ങൾ കൃത്യമായി ഇരയെ പറഞ്ഞു കേൾപ്പിക്കുന്നു. ഉദാഹരണത്തിന് ഏത് കടയിൽ നിന്നാണ് സാധനം വാങ്ങിയതെന്നും എന്താണ് പ്രശ്നമെന്നും അവർ ചോദിച്ചറിയുന്നതിന് പകരം ഇങ്ങോട്ട് പറയുന്നു. ഇതോടെ സംസാരിക്കുന്നത് യഥാർത്ഥ സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണെന്ന ഉറച്ച വിശ്വാസത്തിലേക്ക് ഉപഭോക്താവ് എത്തിച്ചേരുന്നു. പിന്നീട് തട്ടിപ്പുകാർ പറയുന്നതെന്തും അനുസരിക്കാൻ ഇര തയ്യാറാവുകയാണ്. കടയുടമയ്ക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും നഷ്ടപരിഹാര തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് അയച്ചു തരികയാണെന്നും അവർ വാഗ്ദാനം ചെയ്യുന്നു. ഈ ഒരു വാഗ്ദാനത്തിലാണ് ഇരകൾ പൂർണ്ണമായും വീണുപോകുന്നത്. വിശ്വാസം പൂർണ്ണമായും നേടിയെടുത്ത ശേഷം നഷ്ടപരിഹാര തുക സുരക്ഷിതമായി കൈമാറുന്നതിനായി ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഡൗൺലോഡ് ചെയ്യാൻ തട്ടിപ്പുകാർ ആവശ്യപ്പെടുന്നു. ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ സുരക്ഷാ ആപ്ലിക്കേഷനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത് ചെയ്യിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഫോണിന്റെ പൂർണ്ണ നിയന്ത്രണം മറ്റൊരാൾക്ക് നൽകാൻ സഹായിക്കുന്ന റിമോട്ട് ആക്സസ് ആപ്ലിക്കേഷനുകളാണ്. ഈ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി ഓൺലൈൻ ബാങ്കിംഗ് ലോഗിൻ ചെയ്യാൻ ഇവർ നിർദ്ദേശിക്കുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയ അബദ്ധം സംഭവിക്കുന്നത്. റിമോട്ട് ആക്സസ് ആപ്പ് പ്രവർത്തിക്കുന്നതിനാൽ ഇരയുടെ ഫോൺ സ്ക്രീനിൽ തെളിയുന്ന ഓരോ കാര്യങ്ങളും ലോകത്തിന്റെ മറ്റൊരു കോണിലിരുന്ന് തട്ടിപ്പുകാരന് വ്യക്തമായി കാണാൻ സാധിക്കും. ബാങ്കിന്റെ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ രേഖപ്പെടുത്തുന്നത് അവർ ഒപ്പിയെടുക്കുന്നു. ഇതിനു പുറമെ ബാങ്ക് ഇടപാടുകൾ പൂർത്തിയാക്കാൻ വരുന്ന OTP മെസ്സേജുകളും ഈ സ്ക്രീൻ പങ്കിടൽ വഴി അവർ നിമിഷ നേരം കൊണ്ട് ചോർത്തുന്നു. ഉപഭോക്താവ് തന്റെ അക്കൗണ്ടിലേക്ക് പണം വരുന്നത് കാത്തിരിക്കുന്ന ആ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും തട്ടിപ്പുകാർ അനധികൃതമായി തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ഓൺലൈനായി സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുകയോ ചെയ്യുന്നു. പണം നഷ്ടപ്പെട്ടുവെന്ന് ബാങ്കിൽ നിന്നും സന്ദേശം വരുമ്പോൾ മാത്രമാണ് താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് ഇര തിരിച്ചറിയുന്നത്. ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ദുബായ് പോലീസ് വളരെ കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകുന്നത്. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ കീഴിലുള്ള ആന്റി ഫ്രോഡ് സെന്റർ വ്യക്തമാക്കുന്നത് പരാതികൾ സമർപ്പിക്കുന്നതിനായി എപ്പോഴും ഔദ്യോഗിക ചാനലുകൾ മാത്രം ഉപയോഗിക്കണമെന്നാണ്. ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനമോ ബാങ്കോ പോലീസോ ഒരിക്കൽ പോലും നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ, പാസ്വേഡുകൾ, OTP എന്നിവ ഫോണിലൂടെ ചോദിക്കുകയില്ല. അതുപോലെ തന്നെ പരാതി പരിഹരിക്കുന്നതിനായി സ്ക്രീൻ പങ്കിടുന്ന തരത്തിലുള്ള യാതൊരുവിധ ആപ്ലിക്കേഷനുകളും ഡൗൺലോഡ് ചെയ്യാൻ അവർ ആവശ്യപ്പെടുകയുമില്ല. ഈ ഒരു അടിസ്ഥാനപരമായ അറിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്റർനെറ്റിൽ വെബ്സൈറ്റുകൾ തിരയുമ്പോൾ അവയുടെ അഡ്രസ്, അതായത് URL കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തണം. സ്പോൺസേഡ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പരസ്യ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതം. ഇനി ഏതെങ്കിലും കാരണവശാൽ സമാനമായ രീതിയിലുള്ള തട്ടിപ്പ് ശ്രമങ്ങൾ ഉണ്ടായാൽ ഒട്ടും സമയം പാഴാക്കാതെ അധികൃതരെ വിവരമറിയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ദുബായ് പോലീസിന്റെ ഔദ്യോഗിക ക്രൈം പ്ലാറ്റ്ഫോം വഴി ഓൺലൈനായി തന്നെ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിനു പുറമെ 901 എന്ന നമ്പറിലേക്ക് വിളിച്ച് വിവരമറിയിക്കുകയും ചെയ്യാം. നാണക്കേട് ഭയന്നോ അല്ലെങ്കിൽ പണം തിരികെ ലഭിക്കില്ലെന്ന നിരാശ കൊണ്ടോ പരാതിപ്പെടാതിരിക്കുന്നത് ഇത്തരം ക്രിമിനലുകൾക്ക് കൂടുതൽ കരുത്ത് നൽകുകയേ ഉള്ളൂ. സാങ്കേതിക വിദ്യ ഒരു ഇരുതല വാളാണ്. അത് നമ്മുടെ ജീവിതം സുഗമമാക്കാൻ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നാം നിരന്തരം ബോധവാന്മാരായിരിക്കുകയും വേണം. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി വർഷങ്ങളോളം കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടാൻ. UAEയുടെ വികസന ചരിത്രത്തിൽ സുവർണ അധ്യായം കുറിച്ചുകൊണ്ട് യാഥാർത്ഥ്യമായ ഇത്തിഹാദ് റെയിൽവേ ഇന്ന് രാജ്യത്തെ നഗരങ്ങളെയും ജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുപ്രധാന നാഡീ ഞരമ്പായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അബുദാബിയിൽ നിന്ന് ഫുജൈറയിലേക്കും തിരിച്ചുമുള്ള യാത്രകൾ മിനിറ്റുകൾക്കുള്ളിൽ സാധ്യമാകുന്ന ഈ അത്യാധുനിക യാത്രാ സംവിധാനം ഗൾഫ് മേഖലയിലെ തന്നെ ഏറ്റവും വലിയ പൊതുഗതാഗത വിപ്ലവങ്ങളിലൊന്നാണ്. എന്നാൽ ഈ ആധുനിക യാത്രാസുഖം ആസ്വദിക്കുമ്പോൾ യാത്രക്കാർ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ട്രെയിൻ യാത്രകൾ കൂടുതൽ സുരക്ഷിതവും സുഗമവുമാക്കുന്നതിനായി ഇത്തിഹാദ് റെയിൽവേ അധികൃതർ കർശനമായ പെരുമാറ്റച്ചട്ടങ്ങളും നിയമലംഘകർക്കുള്ള പിഴകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിസ്സാരമെന്ന് കരുതുന്ന അശ്രദ്ധകൾക്ക് പോലും വൻതുക പിഴയായി നൽകേണ്ടി വരുമെന്നതാണ് പുതിയ യാത്രാ ചട്ടങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്.
100 ദിർഹം മുതൽ 10,000 ദിർഹം വരെ നീളുന്നതാണ് ഈ പിഴ ശിക്ഷകൾ. അതിനാൽ ഇത്തിഹാദ് റെയിലിൽ കയറുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെയും അവ ലംഘിച്ചാൽ നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങളെയും കുറിച്ച് നിങ്ങൾ വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പുലർത്തേണ്ട അടിസ്ഥാനപരമായ അച്ചടക്കവും മാന്യതയും ഉറപ്പുവരുത്തുന്നതിനായി 200 ദിർഹം പിഴ ചുമത്താവുന്ന നിരവധി നിയമങ്ങളാണ് അധികൃതർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ട്രെയിനിലെ സീറ്റുകളിൽ സുഖമായി ഇരിക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു ശീലമാണ് മുൻപിലത്തെ സീറ്റുകളിലേക്ക് കാലുകൾ കയറ്റി വയ്ക്കുക എന്നത്. എന്നാൽ ഇത്തിഹാദ് റെയിലിൽ ഇത്തരത്തിൽ സീറ്റുകളിൽ കാല് കയറ്റിയിരുന്നാൽ 200 ദിർഹം പിഴയായി നൽകേണ്ടി വരും. ഇതോടൊപ്പം ട്രെയിനിലോ സ്റ്റേഷൻ പരിസരങ്ങളിലോ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും കടുത്ത നിയമലംഘനമാണ്. കൃത്യമായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുകയോ യാത്ര ചെയ്യാൻ അർഹതയില്ലാത്ത ഇളവുകളുള്ള കൺസെഷൻ ടിക്കറ്റുകൾ ഉപയോഗിക്കുകയോ ചെയ്താൽ ഇതേ തുക തന്നെ പിഴ ഈടാക്കും. മറ്റൊരാളുടെ പേരിൽ റിസർവ് ചെയ്ത സീറ്റിൽ അനുവാദമില്ലാതെ ഇരിക്കുന്നതും തനിക്ക് അനുവദിച്ച ക്ലാസ് അല്ലാത്ത കോച്ചുകളിൽ യാത്ര ചെയ്യുന്നതും നിയമവിരുദ്ധമാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചോ മദ്യപിച്ചോ സ്റ്റേഷനിലോ ട്രെയിനിലോ പ്രവേശിക്കുന്നതും മദ്യപാനീയങ്ങൾ കൈവശം വെക്കുന്നതും 200 ദിർഹത്തിന്റെ പിഴശിക്ഷ ക്ഷണിച്ചു വരുത്തും. ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടും പ്ലാറ്റ്ഫോം ഒഴിഞ്ഞു പോകാതിരിക്കുകയോ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്നതും ഇതേ വിഭാഗത്തിൽപ്പെടുന്ന കുറ്റങ്ങളാണ്. യാത്രക്കാരുടെ സമാധാനപരമായ യാത്രയ്ക്കും സുരക്ഷയ്ക്കും ഭംഗം വരുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾക്ക് 500 ദിർഹമാണ് പിഴയായി നിശ്ചയിച്ചിരിക്കുന്നത്. ട്രെയിനുകൾക്കുള്ളിലോ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലോ പുകവലിക്കുന്നതും സിഗരറ്റുകൾ അഥവാ വേപ്പിംഗ് നടത്തുന്നതും പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. സഹയാത്രികർക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിൽ ഉച്ചത്തിൽ സംസാരിക്കുകയോ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ പെരുമാറുകയോ ചെയ്യുന്നത് കർശനമായി തടയും. പൊതുസ്ഥലങ്ങളിൽ തുപ്പുക, സ്റ്റേഷനുകളും ട്രെയിനുകളും വൃത്തികേടാക്കുക എന്നിവയും 500 ദിർഹം പിഴ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. ട്രെയിൻ സർവീസുകൾ വൈകുന്നതിന് കാരണമാകുന്ന തരത്തിലുള്ള അനാവശ്യ ഇടപെടലുകൾ നടത്തുന്നവർക്കും ഈ ശിക്ഷ തന്നെ ലഭിക്കും. ഇതിനു പുറമെ അധികൃതരിൽ നിന്ന് മുൻകൂട്ടി രേഖാമൂലം അനുമതി വാങ്ങാതെ വാണിജ്യ ആവശ്യങ്ങൾക്കായി ട്രെയിനിലോ സ്റ്റേഷനിലോ ചിത്രീകരണങ്ങളും ഫോട്ടോഗ്രാഫിയും നടത്താൻ പാടുള്ളതല്ല. അങ്ങനെയുണ്ടായാൽ ക്യാമറകൾക്കും ഉപകരണങ്ങൾക്കും ഒപ്പം വൻതുക പിഴയും ഒടുക്കേണ്ടി വരും. സുരക്ഷാ സംവിധാനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് 5000 ദിർഹം വരെയാണ് അധികൃതർ പിഴ ഈടാക്കുക. ട്രെയിൻ വാതിലുകൾ അടയുന്നത് തടസ്സപ്പെടുത്തുകയോ അതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ വാതിൽ ബലമായി തുറക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവൃത്തികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കും. യഥാർത്ഥ അടിയന്തര സാഹചര്യങ്ങളില്ലാതെ എമർജൻസി ബ്രേക്കോ അലാമോ ദുരുപയോഗം ചെയ്യുന്നതും എമർജൻസി എക്സിറ്റുകൾ അനാവശ്യമായി തുറക്കുന്നതും 5000 ദിർഹം വരെ പിഴ ഈടാക്കാവുന്ന കുറ്റങ്ങളാണ്. റെയിൽവേ ട്രാക്കിലേക്ക് അനധികൃതമായി പ്രവേശിക്കുക, നിരോധിത മേഖലകളിൽ അതിക്രമിച്ച് കയറുക, ട്രെയിനിന് നേരെയോ പ്ലാറ്റ്ഫോമിൽ നിന്നോ വസ്തുക്കൾ എറിയുക എന്നിവയും ഈ പരിധിയിൽ വരുന്നുണ്ട്. റെയിൽവേ സ്വത്തുക്കൾക്ക് നാശനഷ്ടം വരുത്തുന്നതും ഗ്രാഫിറ്റികൾ വരച്ച് വണ്ടികളും സ്റ്റേഷനുകളും വികൃതമാക്കുന്നതും വലിയ കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള മറ്റ് ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് പരമാവധി 10,000 ദിർഹം വരെ പിഴ ചുമത്താൻ പുതിയ നിയമം അനുശാസിക്കുന്നുണ്ട്. യുടെ വികസന കുതിപ്പിൽ നിർണായക പങ്കുവഹിക്കുന്ന ഇത്തിഹാദ് റെയിൽവേയുടെ യാത്ര കൂടുതൽ സുരക്ഷിതവും അന്താരാഷ്ട്ര നിലവാരമുള്ളതുമാക്കാൻ ഈ കർശന നിയമങ്ങൾ അനിവാര്യമാണ്. പൊതുമുതൽ സംരക്ഷിക്കേണ്ടതും സഹയാത്രക്കാരുടെ അവകാശങ്ങളെ മാനിക്കേണ്ടതും ഓരോ പൗരന്റെയും സന്ദർശകന്റെയും കടമയാണ്. ട്രെയിൻ പുറപ്പെടുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ സ്റ്റേഷനിൽ എത്തുകയും കൃത്യമായ യാത്രാരേഖകൾ കൈവശം വെക്കുകയും ചെയ്യുന്നത് വഴി അനാവശ്യമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഉത്തരവാദിത്തമുള്ള യാത്രക്കാരായി മാറുമ്പോൾ മാത്രമേ ഇത്തിഹാദ് റെയിൽവേ വിഭാവനം ചെയ്യുന്ന സുരക്ഷിതവും സുഗമവുമായ യാത്രാ അനുഭവം പൂർണ്ണ അർത്ഥത്തിൽ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. യുഎഇയിൽ വാഹനമോടിക്കുന്നവർ എപ്പോഴും ഭയപ്പെടുന്ന ഒന്നാണ് ട്രാഫിക് ബ്ലാക്ക് പോയിന്റുകൾ. അശ്രദ്ധമായ ഡ്രൈവിംഗും ഗതാഗത നിയമ ലംഘനങ്ങളും തുടർച്ചയായി ആവർത്തിക്കുമ്പോൾ അക്കൗണ്ടിൽ വന്നു ചേരുന്ന ഈ കറുത്ത മാർക്കുകൾ ഒടുവിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ റദ്ദാക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാം. എന്നാൽ അബുദാബി പോലീസ് നടപ്പിലാക്കുന്ന അത്യാധുനിക സംവിധാനങ്ങൾ ഡ്രൈവർമാർക്ക് തങ്ങളുടെ തെറ്റുകൾ തിരുത്താനും ലൈസൻസ് സുരക്ഷിതമായി വീണ്ടെടുക്കാനുമുള്ള മികച്ച അവസരമാണ് ഒരുക്കുന്നത്. ഇതിന്റെ ഭാഗമായി അലൈനിലെ സായിദ് സെൻട്രൽ ലൈബ്രറിയിൽ പുതിയൊരു സേവന കേന്ദ്രം ആരംഭിച്ചതിലൂടെ ഡ്രൈവർമാരെ ബോധവൽക്കരിക്കാനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും കൂടുതൽ എളുപ്പമുള്ള മാർഗമാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസവുമായി സഹകരിച്ച് അബുദാബി പോലീസിലെ ട്രാഫിക് ആൻഡ് സെക്യൂരിറ്റി പെട്രോൾസ് ഡയറക്ടറേറ്റ് ആരംഭിച്ച ഈ പ്രത്യേക ഓൺസൈറ്റ് പ്ലാറ്റ്ഫോം സ്മാർട്ട് റോഡ് സെക്യൂരിറ്റി എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നത്. കേവലം പിഴ ഈടാക്കുക എന്നതിനപ്പുറം ഡ്രൈവർമാരുടെ പെരുമാറ്റത്തിലും റോഡ് സംസ്കാരത്തിലും ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുക എന്നതാണ് പുതിയ കേന്ദ്രത്തിലൂടെ പോലീസ് ലക്ഷ്യമിടുന്നത്. ലൈസൻസ് നഷ്ടപ്പെട്ടവർക്കും ബ്ലാക്ക് പോയിന്റുകൾ കാരണം ആശങ്കയിലായവർക്കും വലിയൊരു ആശ്വാസമാണ് ഈ പുതിയ പദ്ധതി. പരമാവധി പരിധിയായ 24 ട്രാഫിക് ബ്ലാക്ക് പോയിന്റുകൾ തികഞ്ഞ് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടവർക്ക് അത് നിയമപരമായി തിരികെ നേടാനുള്ള വ്യക്തമായ മാനദണ്ഡങ്ങൾ ഈ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 2400 ദിർഹം നിശ്ചിത ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യുന്ന ഡ്രൈവർമാർക്കായി പ്രത്യേക പുനരധിവാസ പരിശീലന കോഴ്സ് ഇവിടെ നൽകുന്നു.
ട്രാഫിക് നിയമലംഘകരെ ബോധവൽക്കരിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നതിലൂടെ ഡ്രൈവർമാർക്ക് തങ്ങളുടെ സസ്പെൻഡ് ചെയ്ത ലൈസൻസ് നിയമാനുസൃതമായി വീണ്ടെടുക്കാൻ സാധിക്കും. ഇതുകൂടാതെ നിലവിൽ 8 മുതൽ 23 വരെ ബ്ലാക്ക് പോയിന്റുകൾ അക്കൗണ്ടിലുള്ള ഡ്രൈവർമാർക്ക് തങ്ങളുടെ പോയിന്റുകൾ കുറയ്ക്കാനും ഇവിടെ അവസരമുണ്ട്. ഈ ഗണത്തിൽപ്പെടുന്നവർക്ക് 800 ദിർഹം ഫീസ് അടച്ച് പരിശീലന കോഴ്സിൽ പങ്കെടുത്താൽ തങ്ങളുടെ ട്രാഫിക് റെക്കോർഡിൽ നിന്ന് 8 ബ്ലാക്ക് പോയിന്റുകൾ വരെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഡ്രൈവർമാർക്ക് ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ കഴിയുക എന്നതിനാൽ കൃത്യമായ സമയത്ത് ഈ സേവനം പ്രയോജനപ്പെടുത്തേണ്ടത് ഭാവിയിൽ വലിയ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കും. ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷകൾ നൽകുന്നതിനേക്കാൾ ഡ്രൈവർമാർക്ക് തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കാനും മികച്ച റോഡ് സംസ്കാരം വളർത്തിയെടുക്കാനുമുള്ള സുവർണ അവസരമാണ് അബുദാബി പോലീസ് ഇതിലൂടെ നൽകുന്നത്. ഡ്രൈവർമാർ വരുത്തുന്ന ചെറിയ അശ്രദ്ധകൾ പോലും വലിയ അപകടങ്ങളിലേക്ക് നയിക്കാമെന്ന ബോധ്യമുണ്ടാക്കുക എന്നതാണ് ഈ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസുകളുടെ പ്രധാന ലക്ഷ്യം. അമിത വേഗത, ചുവപ്പ് സിഗ്നൽ മറികടക്കൽ, അശ്രദ്ധമായ ലൈൻ മാറ്റങ്ങൾ എന്നിവ വരുത്തിയ അപകടങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനങ്ങളാണ് പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അലൈനിലെ സായിദ് സെൻട്രൽ ലൈബ്രറിയിൽ ആരംഭിച്ച ഈ കേന്ദ്രത്തിൽ പൊതുജനങ്ങൾക്ക് സന്ദേശങ്ങൾ എത്തിക്കാൻ കമ്മ്യൂണിറ്റി പോലീസും ഹാപ്പിനെസ് പട്രോളും സജീവമായി രംഗത്തുണ്ട്. ലൈബ്രറി സന്ദർശിക്കുന്നവർക്കായി ബോധവൽക്കരണ സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതകളെക്കുറിച്ച് ലളിതമായി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഡ്രൈവർമാർക്കിടയിൽ മികച്ചൊരു സാമൂഹിക ഉത്തരവാദിത്ത ബോധം വളർത്താൻ സഹായിക്കുന്നു. യുഎയിലെ റോഡുകളെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ പാതകളാക്കി മാറ്റുക എന്ന വലിയൊരു ദൗത്യത്തിന്റെ ഭാഗമാണ് ഈ പദ്ധതികളെല്ലാം. ഗൾഫ് രാജ്യങ്ങൾ വീണ്ടും ഒരു കഠിനമായ വേനൽക്കാലത്തിന്റെ പാരമ്യതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സാധാരണ താപനിലയേക്കാൾ വായുവിന് ചൂട് കൂടുന്ന അവസ്ഥ മാത്രമല്ല ഇപ്പോഴുള്ളത്, മറിച്ച് പ്രകൃതിയുടെ പലവിധ ഭാവമാറ്റങ്ങൾ ഒത്തുചേരുന്ന സങ്കീർണമായ ഒരു കാലാവസ്ഥാ പ്രതിഭാസത്തിനാണ് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. പകൽ സമയങ്ങളിൽ മരുഭൂമിയെ ചുട്ടുപൊള്ളിക്കുന്ന കടുത്ത ചൂടും പുലർച്ചെ സമയങ്ങളിൽ കാഴ്ച മറയ്ക്കുന്ന മൂടൽമഞ്ഞും ഉച്ചതിരിഞ്ഞ് വീശിയടിക്കുന്ന ശക്തമായ പൊടിക്കാറ്റും ചേരുമ്പോൾ UAEയിലെ ജനജീവിതം വലിയൊരു ജാഗ്രതാ വലയത്തിലാവുകയാണ്. ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ പ്രകാരം രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഈ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ വെറുമൊരു പ്രവചനമല്ല, മറിച്ച് വരും ആഴ്ചകളിൽ എമിറേറ്റുകളിൽ താമസിക്കുന്ന ഓരോ വ്യക്തിയും അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട യാഥാർത്ഥ്യമാണ്. ജൂലൈ മാസത്തിന്റെ തുടക്കം മുതൽ UAE നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കഠിനമായ കാലാവസ്ഥയ്ക്ക് പിന്നിൽ കൃത്യമായ ഒരു പാരമ്പര്യവും ശാസ്ത്രവുമുണ്ട്. അറബിക് കലണ്ടറിലും നാടോടി വിജ്ഞാനങ്ങളിലും ജംറത്ത് അൽ ഖൈദ് എന്ന് വിളിക്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നുപോകുന്നത്. വേനലിന്റെ കനൽക്കട്ടകൾ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. വർഷത്തിലെ ഏറ്റവും ചൂടേറിയതും കഠിനവുമായ ഏതാനും ആഴ്ചകളെയാണ് പ്രാദേശികമായി ഈ പേരിൽ അടയാളപ്പെടുത്തുന്നത്. ഈ സമയത്ത് സൂര്യൻ ഭൂമിയോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നതായി അനുഭവപ്പെടുകയും അന്തരീക്ഷത്തിലേക്ക് വലിയ തോതിൽ താപം പ്രസരിക്കപ്പെടുകയും ചെയ്യുന്നു. പകൽ സമയങ്ങളിൽ മണലാരണ്യം ആഗിരണം ചെയ്യുന്ന ഈ കടുത്ത ചൂട് രാത്രിയാകുമ്പോഴേക്കും പൂർണ്ണമായി പുറത്തു പോകാത്ത അവസ്ഥയുണ്ടാകുന്നു. ഇതിന്റെ ഫലമായി വരും ആഴ്ചകളിലും താപനില ഇതേ ഉയർന്ന നിരക്കിൽ തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രകൃതിയുടെ ഈ ഭാവമാറ്റം മുൻകൂട്ടി കണ്ട് മനുഷ്യർ തങ്ങളുടെ ദൈനംദിന ജീവിത ക്രമങ്ങളിലും തൊഴിൽ സമയങ്ങളിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് ഈ ഘട്ടത്തിൽ അനിവാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ UAEയിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ജനങ്ങൾ നേരിടുന്നത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അനുസരിച്ച് താപനിലയിൽ വലിയ വ്യത്യാസങ്ങൾ പ്രകടമാണ്. രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളായ മരുഭൂമിയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിലാണ് ചൂട് ഏറ്റവും വില്ലനാകുന്നത്. ഇവിടെ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. എന്നാൽ അബുദാബി, ദുബായ് തുടങ്ങിയ തീരദേശ നഗരങ്ങളിൽ യഥാക്രമം 40 ഡിഗ്രിയും 39 ഡിഗ്രിയുമായിരിക്കും കൂടിയ താപനില. ഒറ്റനോട്ടത്തിൽ നഗരങ്ങളിൽ ചൂട് കുറവാണെന്ന് തോന്നാമെങ്കിലും ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ അന്തരീക്ഷത്തിലെ ഈർപ്പമാണ്. വ്യാഴാഴ്ച പുലർച്ചെയോടെ തീരപ്രദേശങ്ങളിൽ ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് പ്രവചനം. അബുദാബിയിൽ 20 മുതൽ 60% വരെയും ദുബായിൽ 25 മുതൽ 70% വരെയും ആർദ്രത ഉയരാൻ സാധ്യതയുണ്ട്. അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുമ്പോൾ ശരീരം വിയർക്കുമെങ്കിലും അത് എളുപ്പത്തിൽ ഉണങ്ങിപ്പോവില്ല. ഇത് മനുഷ്യ ശരീരത്തിന് അനുഭവപ്പെടുന്ന ചൂടിന്റെ തീവ്രത ഇരട്ടിയാക്കുകയാണ്. വായു സഞ്ചാരം കുറയുന്ന രാത്രി സമയങ്ങളിൽ ഉയർന്ന ആർദ്രത കാരണം അസഹനീയമായ ഉഷ്ണം അനുഭവപ്പെടുകയും ഇത് ഉറക്കക്കുറവിനും മറ്റ് ശാരീരിക അസ്വസ്ഥതകൾക്കും കാരണമാവുകയും ചെയ്യും. ഈ വേനൽക്കാലത്ത് UAEയിലെ ഡ്രൈവർമാരും യാത്രക്കാരും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി റോഡുകളിലെ ദൃശ്യപരത പെട്ടെന്ന് കുറയുന്നു എന്നതാണ്. തെക്ക് പടിഞ്ഞാറ് മുതൽ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് മണിക്കൂറിൽ 10 മുതൽ 25 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റ് ചില സമയങ്ങളിൽ 40 കിലോമീറ്റർ വരെ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ കാറ്റിന്റെ വേഗത കൂടുമ്പോൾ തുറസായ പ്രദേശങ്ങളിലും മരുഭൂമി പാതകളിലും കടുത്ത പൊടിക്കാറ്റ് രൂപപ്പെടുന്നു. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ നിറയുന്നത് ഡ്രൈവർമാരുടെ കാഴ്ചയെ പൂർണ്ണമായും തടസ്സപ്പെടുത്തും. മറ്റൊരു പ്രതിഭാസം പുലർച്ചെ സമയങ്ങളിൽ രൂപപ്പെടുന്ന കട്ടിയുള്ള മൂടൽമഞ്ഞാണ്. ഇതിനെ തുടർന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റെഡ്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ദൃശ്യപരത ഗണ്യമായി കുറയുന്ന സാഹചര്യങ്ങളിൽ വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അബുദാബി പോലീസ് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. റോഡരികിലെ ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ബോർഡുകളിൽ കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന വേഗപരിധി പ്രദർശിപ്പിക്കാറുണ്ട്. ഇത് അവഗണിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. വാഹനങ്ങൾ തമ്മിൽ കൃത്യമായ സുരക്ഷിത അകലം പാലിക്കുകയും ഫോഗ് ലൈറ്റുകൾ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുക വഴി മാത്രമേ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കൂ. കരയിലെ താപനിലയും കാറ്റും കടലിലെ സ്ഥിതിഗതികളെയും സാരമായി ബാധിക്കുന്നുണ്ട്. നിലവിൽ യുഎഇയിലെ കടൽ പൊതുവെ ശാന്തമാണെന്ന് തോന്നാമെങ്കിലും അറേബ്യൻ ഗൾഫിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ചില സമയങ്ങളിൽ കാര്യങ്ങൾ മാറിമറിയാം. ഇവിടെ പെട്ടെന്ന് തിരമാലകൾ ശക്തമാകാനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരും ചെറിയ ബോട്ടുകളിലും വള്ളങ്ങളിലും വിനോദയാത്രയ്ക്ക് പോകുന്നവരും കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അതേസമയം ഒമാൻ കടൽ തീരങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ലെന്നും അവിടെ കടൽ പൊതുവെ ശാന്തമായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.